പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവുന്ന ഈ ഒരു ബുദ്ധിമുട്ട് കൂടുതലാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അലർജി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഒരുവിധം എല്ലാ ഗർഭിണികൾക്കും ഉള്ളൊരു പ്രശ്നമാണ് വയറ്റിന്ന് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ളത്. 40% ഗർഭിണികൾ ഈ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്. വയറ്റിന്ന് പോകാൻ ബുദ്ധിമുട്ട് കൂടുതലുള്ള അമ്മമാർക്ക് ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളിൽ കൂടുതലായിട്ട് അലർജിയുടെ ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ട്. റീസെന്റ് ആയിട്ടുള്ള ഒരുപാട് പഠനങ്ങളിൽ ഈ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ കുടലിൽ ഉണ്ടാവുന്ന നല്ല ബാക്ടീരിയകളുടെ പ്രസൻസ് ഗർഭസ്ഥ ശിശുവിന്റെ ഇമ്മ്യൂണിറ്റിയെ വരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ നല്ല രീതിയിൽ ആ സമയത്ത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കേണ്ടതിന്റെ ആവശ്യകത എത്രത്തോളം വ്യക്തമാക്കുന്നതാണ് ഇത്തരം പഠനങ്ങൾ. പൂർണ്ണമായിട്ടും 6 മാസത്തോളം നല്ല രീതിയിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുട്ടികളിലും അവരുടെ കുടലിനകത്തും നല്ല രീതിയിലുള്ള ബാക്ടീരിയയുടെ വളർച്ച കാണുന്നുണ്ട്. ഈ ഒരു കുടലിന്റെ ആരോഗ്യം എത്രത്തോളം അമ്മമാരിലും ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പ്രധാനമായിട്ടും ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ: നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ കഴിക്കുക. പഴവർഗ്ഗങ്ങളായിട്ടും ധാന്യങ്ങളായിട്ടും നട്ട്സ് ഒക്കെ നല്ല രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ആക്ടിവിറ്റീസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്തവർ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ഡെയിലി ചെയ്യേണ്ടതാണ്. സാധാരണ അയൺ സപ്ലിമെന്റ്സ് എടുക്കുമ്പോൾ ഈ മലബന്ധം കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ഡോക്ടറെ അറിയിക്കേണ്ടതും അതിന്റെ ബ്രാൻഡ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്യേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് നല്ല രീതിയിൽ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ പറ്റുന്നതാണ്. വയറ്റിന്ന് പോകാൻ ഇത്തരം ബുദ്ധിമുട്ടുണ്ടാകുന്ന അമ്മമാരിൽ, അതായത് ഒരാഴ്ചയിൽ കൂടുതലൊക്കെ ഈ ഒരു പ്രവണത കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കൺസൾട്ടേഷൻ ചെയ്യേണ്ടതാണ്. ഈ ഒരു പ്രവണത കാരണം ഭാവിയിൽ കുട്ടികൾക്ക് അലർജി വരെ ഉണ്ടാവാൻ അത് കാരണമാവുന്നുണ്ട്. ആരോഗ്യമുള്ള അമ്മയ്ക്കാണ് ആരോഗ്യമുള്ള കുഞ്ഞുണ്ടാവുക എന്നുള്ളത് തീർച്ചയായിട്ടും ഓർക്കേണ്ടതാണ്. അപ്പൊ നിങ്ങളും പ്രഗ്നന്റ് ആയ ടൈം ആണെങ്കിലും നിങ്ങളുടെ കുടലിന്റെ ആരോഗ്യം നല്ല രീതിയിൽ നിങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതുവഴി തന്നെ കുട്ടികൾക്കും അലർജി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു മെസ്സേജ് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യൂ. വളരുന്ന കുട്ടികളിൽ ഇനി ഒരു അലർജി പ്രവണത തടയാൻ വേണ്ടി നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാവുന്നതാണ്.